ചിലരുടെ മുടി കണ്ടാൽ ഇത് മുടിയാണോ അതോ ചകിരിയോ എന്ന് വരെ തോന്നിപ്പോകും അല്ലേ. റഫായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പിളർന്ന് ചീകാൻ പോലും പറ്റാത്തൊരവസ്ഥ. നിങ്ങളുടെയും മുടി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഒരു തേങ്ങ കൊണ്ട് ചെയ്യാവുന്ന 7 അടിപൊളി നാച്ചുറൽ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഈ അവസാനത്തെ ടിപ്പ് കണ്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും മിനിയാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നതിന് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ള ഒരു വസ്തുവാണല്ലോ ഈ തേങ്ങ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തേങ്ങ തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പൊട്ടിച്ച് ഇതിൽ നിന്ന് തേങ്ങ ഒരു 3-4 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ഇതുപോലെ ചിരകിയെടുക്കാം. ചിരകിയെടുത്തിട്ട് നമുക്കിതിൻ്റെ പാല് പിഴിഞ്ഞിട്ട് എടുക്കണം. അപ്പം തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടമ്മമാരൊക്കെ എപ്പോഴും ചെയ്യാറുള്ള ഒരു സൂത്രമാണ്, ഇളം ചൂടുവെള്ളം ഒഴിച്ച് അല്പസമയം വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറെ പാൽ കിട്ടും കേട്ടോ. അപ്പം ആ രീതിക്ക് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളേ. നമുക്ക് നല്ല തനി കട്ടി പാൽ തന്നെ വേണം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്രയും ആ ഒരു തേങ്ങയിൽ നിന്ന് നമുക്ക് ഇത്രയും പാലാണ് കിട്ടിയേക്കുന്നത്. നല്ല കൊഴുത്ത പാലാണ് കേട്ടോ. അധികം വെള്ളമൊന്നും നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഈ തേങ്ങാപ്പാലിൽ നിന്നും നമുക്കൊരു 2-3 സ്പൂൺ തേങ്ങാപ്പാലൊന്ന് എടുക്കാം. ചെറിയൊരു ബൗളിലോട്ട് എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ നല്ല തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരുണ്ടെങ്കിൽ ആ തൈര് തന്നെ എടുത്തോ കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവോ? ചിലരുടെ മുടി കണ്ടാൽ തോന്നും ഇത് മുടിയാണോ അതോ തേങ്ങാച്ചകിരിയാണോ എന്നൊക്കെ. റഫായിട്ടും ഡ്രൈ ആയിട്ടും ഒരു വഴിക്കും നമുക്ക് ഇത് ഒതുക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലുള്ള മുടിയൊക്കെ ഉള്ളവരെ ഇതുപോലെ മുടി ഇഴകളിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. മുടിയുടെ അറ്റത്ത് ഒക്കെ നല്ലപോലെ തേക്കണേ. ഇത് കൊണ്ട് ഉള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് മുടിക്ക് നല്ലപോലെ ഈർപ്പം നൽകും. അതുപോലെ തൈര് നമ്മുടെ മുടിയും തലയോട്ടിയും ഒക്കെ നല്ല വൃത്തിയാക്കാനും മൃദുവാക്കാനും സഹായിക്കും. അതുകൊണ്ട് ഡ്രൈയും ഫ്രിസിയും ഒക്കെ ആയിട്ടുള്ള മുടിയുള്ളവർക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമ്മൾ കഴുകി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഇതുപോലുള്ള നല്ല തിളക്കം ലഭിക്കും. മുടി കെട്ടുപണിഞ്ഞ് കിടക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി രണ്ടാമത്തെ ടിപ്പ് കണ്ടാൽ നിങ്ങൾ പറയും, അയ്യോ ഇത് ഉപയോഗിച്ച് ഇങ്ങനെയും ചെയ്യാമായിരുന്നോ എന്ന്. അപ്പോൾ ആ ഒരു ടിപ്പ് ഇതാണ്. ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരും തേങ്ങാപ്പാൽ മിക്സ് നമ്മുടെ മുഖത്തും കയ്യിലും ഒക്കെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടതിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നിറം വർദ്ധിക്കും. അതുപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആകും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഈ തേങ്ങാപ്പാലും തൈരും വെച്ചിട്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. ഈ ഒരു ടിപ്പ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത്രയും നാളായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാൻ തോന്നിയില്ലല്ലോ എന്ന്. ഇതുപോലെ സ്പ്രേ ബോട്ടിലിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുടി ഇഴകളിലും തലയോട്ടിയിലും എല്ലാം നല്ലതുപോലെ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. എന്നിട്ട് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്തു ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേര് മുതൽ നല്ലപോലെ നമ്മുടെ മുടിക്ക് ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാകാനും തല ഞരമ്പുകളെയൊക്കെ ഉത്തേജിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ഷവർ ക്യാപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുക. രാവിലെ എണീറ്റ് മുടി സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട. വെറുതെ സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല തിളക്കത്തോടു കൂടിയിരിക്കും. അതുപോലെ തന്നെ കെട്ടുപിണിഞ്ഞ് കിടക്കുന്നതും ഒക്കെ ആയിട്ട് മാറിയിട്ട് നല്ല സിൽക്കി സോഫ്റ്റി ആകാനായിട്ട് സഹായിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ്, ഇത് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് 1 സ്പൂൺ റാഗി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റാഗി പൗഡർ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് മുദ്ദയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഞാൻ ഇതിലോട്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് കുറച്ച് മതി. ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം, ഒരുപാട് ലൂസായി പോകണ്ട. ഈ ഒരളവിൽ ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്നറിയാമോ? ഇത് നിങ്ങളുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ ഇങ്ങനെ തേച്ചിട്ട് വട്ടത്തിൽ മസാജ് ചെയ്തിട്ട് കൊടുക്കണം. നല്ല അടിപൊളി ഒരു സ്ക്രബ്ബറാണ്. നമുക്കിനി വേറെ പുറത്തുനിന്ന് ഒരു കെമിക്കലും വാങ്ങിക്കണം. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകും. നല്ല നിറം കിട്ടും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകി കളയാം. നിങ്ങളുടെ എന്താ പറയുക, ഈ തൂങ്ങിക്കിടക്കുന്ന സ്കിന്ന് അല്ലെങ്കിൽ ചുളിഞ്ഞു പോയ
ആയ സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലതായിട്ട് പെർഫെക്റ്റ് ആകാനായിട്ട് നല്ലതാണ്. നിറം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. ഈ ഒരു ടിപ്പ് ഞാൻ എപ്പോഴും വീട്ടിൽ ചെയ്ത് നോക്കാറുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടിപ്പും കൂടിയാണ്. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കാണപ്പെടുന്ന കറിവേപ്പിലയാണിത്. അപ്പോൾ ഇതേ കറിവേപ്പില ഞാൻ കുറച്ച് ഇതുപോലെ ഏറെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ഊരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ കറിവേപ്പിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ. മുടിക്ക് എത്രമാത്രം കറിവേപ്പില നല്ലതാണെന്ന്. കറിവേപ്പില കഴിക്കുന്നതും നല്ലതാണ്, പുറമേ നിന്നും നമ്മുടെ മുടിക്ക് നല്ലതാണ് കറിവേപ്പില. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 സ്പൂൺ അളവിൽ ചെറുപയർ പൊടിയാണ്. അതിനുശേഷം തേങ്ങാപ്പാലും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടേണ്ടതാണ്. അപ്പോൾ ആ ഒരു കണക്കിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അരച്ചെടുത്തുകൊണ്ട് വന്നപ്പം ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളത് കൊണ്ട് കുറച്ച് വെള്ളമല്ലേ ചേർത്ത് കൊടുത്തുള്ളൂ, ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സി ഒന്ന് കഴുകി ഇതുപോലെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ഈ ഒരു പരുവത്തിൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരിച്ചൊന്നും എടുക്കുന്നില്ല. ഇത് നമുക്ക് മുടി ഇഴകളിലും തലയോട്ടിയിലും നന്നായിട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണം. തേങ്ങാപ്പാലാണെങ്കിൽ മുടിക്ക് ഈർപ്പം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ കറിവേപ്പില ആരോഗ്യകരമായ മുടി പരിപാലനത്തിൽ പലരും ഉപയോഗിക്കുന്ന ഒരു ചേരുവയാണല്ലേ. അപ്പോൾ ചെറുപയർ പൊടി തലയോട്ടിയും മുടിയും നല്ലപോലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഉപയോഗിച്ചതിന് ശേഷം മുടി കൂടുതൽ സോഫ്റ്റായിട്ടും വൃത്തിയായിട്ടും തോന്നും, നല്ല ക്ലീൻ ആകും. തലയോട്ടിയിലുള്ള താരനും എല്ലാം ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല കരുത്തുറ്റതുപോലെ വളരും, നല്ല കറുത്ത നിറവും കിട്ടും, തിളക്കവും കിട്ടും. അപ്പോൾ ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ്. ഇനി നമുക്ക് ഒരു നാരങ്ങ എടുത്ത് അതിൻ്റെ ഒരു പകുതി ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ നാരങ്ങാ നീര് നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്, അതുപോലെ തേങ്ങാപ്പാലും. അപ്പോൾ ഈ നാരങ്ങാ നീരും തേങ്ങാപ്പാലും മിക്സ് ഞാനിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മിക്സും നമുക്ക് മുടി ഇഴകളിൽ നന്നായിട്ടിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. ഇതുണ്ടല്ലോ താരൻ മാറാൻ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തലയോട്ടിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. അതായത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആകും. അപ്പം തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്തു വരുന്നത്. അപ്പം നാരങ്ങാനീര് ചേർത്തിട്ട് ഇത് മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ മുടി കഴുകിയെടുത്താൽ മുടിക്ക് നല്ലൊരു തിളക്കവും കിട്ടും. താരനെല്ലാം ഒറ്റ യൂസിൽ തന്നെ അപ്പാടെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ലൈവ് റിസൾട്ടാണ്, നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു തേങ്ങയാണ്. നമുക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒറ്റയടിക്ക് തേങ്ങ പൊട്ടണമെങ്കിൽ ഈ ലൈനിൽ കൂടെ ഒറ്റയടി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ നമുക്ക് പൊട്ടിക്കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടിപ്പിന് വേണ്ടത് തേങ്ങാ വെള്ളമാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും തേങ്ങ എല്ലാ വീട്ടിലും പൊട്ടിക്കാറുണ്ടല്ലേ. എന്നിട്ട് ആ തേങ്ങാ വെള്ളം ഒന്നെങ്കിൽ നമ്മൾ കുടിക്കും, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനകത്തൊക്കെ നമ്മൾ ചേർക്കും. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്ക് തേങ്ങാവെള്ളം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണം. ഈ തേങ്ങാവെള്ളം ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്, കാരണം ഇതിലിങ്ങനെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്ത തേങ്ങാവെള്ളം നേരെ നിങ്ങളൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, വേറെ ഒരു സാധനം ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. തേങ്ങാവെള്ളം തന്നെ നമ്മൾ ഈ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം ഈ തേങ്ങാവെള്ളം നമ്മൾ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഈറൻ മുടിയോട് കൂടിയില്ലേ, അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നിങ്ങൾക്ക് മുടി കഴുകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കും മുടി കഴുകണമെന്നില്ല, വെറുതെ മുടിയിൽ ഈ തേങ്ങാവെള്ളം നന്നായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതങ്ങ് ഉണങ്ങി അങ്ങ് പൊക്കോളും, കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ മുടിയിലൊന്ന് പിടിച്ച് നോക്കുമ്പോൾ എന്നാ സോഫ്റ്റ് ആയിരിക്കും എന്നറിയാവോ. മുടിയെ നല്ല സിൽക്കി ആയിട്ടിട്ട് കിടക്കും.
ചകിരി പോലൊക്കെ ഇരിക്കുന്ന മുടിയൊക്കെ ഉള്ളവർ ഈ ട്രിക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ മുടി നല്ല സിൽക്കി സോഫ്റ്റി ആകാനായിട്ട് വളരെ നല്ലതാണ് തേങ്ങാവെള്ളം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലുണ്ടാക്കിയിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നിങ്ങൾക്കിത് ഒരാഴ്ചത്തോളം ഉപയോഗിക്കാം. ഒരു തേങ്ങ പൊട്ടിച്ചാൽ ഒരാൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ. എന്നിട്ട് അല്പം ഈറിനോട് കൂടി തന്നെ നിങ്ങളിത് മുടിയിഴകളിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ മുടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളിനി തേങ്ങ പൊട്ടിക്കുമ്പം തേങ്ങാവെള്ളം വെറുതെ കളയണ്ട. ഈ രീതിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുടിയെ നല്ല സിൽക്കി സോഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ.